എനിക്ക് കിട്ടാൻ MP സീറ്റ് കാശിന് വേണ്ടിട്ട് വേറെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പാത്രക്കട പണത്തിന്റെ അടുത്തുള്ള ഭയം പോയല്ലോ നിനക്ക്. എന്തെങ്കിലും ഒരു ദിവസം നീ എന്റെ കാലിൽ വീഴോടാ. അവനായിരിക്കില്ല. പോടാ ഇവിടുന്ന്. അവന് കിട്ടില്ല, അവനില്ല, അവന് കിട്ടില്ല, അവന് കിട്ടത്തില്ല. IAS ഓഫീസർ എങ്ങനെ കഷ്ടപ്പെടുത്തി വിട്ടല്ലോ. 35 വർഷം സർവീസ്. ഓരത്തിന്റെ അടുത്ത് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചാലും ആരും അറിയില്ലല്ലോ. ചുമ്മാ നിങ്ങൾ ചാരിത്ര പ്രസംഗം നടത്തുന്നു. ഇതുവരെ കൈക്കൂലി വാങ്ങിക്കാത്തത് കൊണ്ട് അടുത്ത വർഷം അവാർഡ് എനിക്കാണെന്ന് ഗവൺമെന്റ് പറഞ്ഞതായിരുന്നു. പോയി കുറച്ച് പണം കണ്ടപ്പോ എല്ലാം മറന്നുപോയി. എല്ലാം പോയി. മാനം പോയി, മര്യാദ പോയി, പൈസയും പോയി, എല്ലാം പോയി. ജീവിതം നശിച്ചു. എല്ലാത്തിനും കാരണം ഇവനാണ്. എനിക്ക് കിട്ടേണ്ട MLA സീറ്റ് താൻ കാശിന് വേണ്ടി വിറ്റു. താൻ കാശ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതിന് താൻ ഒരിക്കൽ ദുഃഖിക്കും. ഹരിചന്ദ്ര, ഒക്കെ എടുത്തോണ്ട് വാടാ. ചേട്ടാ, എന്താടാ ആരോടാ കളിക്കുന്നത്? നീ മറന്നോ? പകരം വീട്ടാനാ അല്ലേ? എവിടാ ഫോട്ടോഗ്രാഫർ? അവൻ ആരായതെന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ. അവനും എനിക്ക് ഒരു ബന്ധമില്ല ഏട്ടാ. അന്നെന്തോ ദേഷ്യത്തിൽ ഞാൻ നിങ്ങളെ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ ഉള്ളത് തന്നെയാ. പക്ഷെ നിങ്ങൾക്കെതിരെ ഞാൻ അങ്ങനെ ആളെ അയക്കും ഏട്ടാ. ചേട്ടാ, അത് ഹരിചന്ദ്രനല്ല പറഞ്ഞേ. ആരാന്നറിയാവോ? ചേട്ടന്റെ ഗുരുവിലെ ആ പാണ്ഡ്യൻ. എന്താടാ നീ പറയുന്നേ? ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ചോദ്യം ചോദിച്ച് പേടിപ്പിക്കുന്നത് നിങ്ങളല്ലേ? അതെ, ഞങ്ങൾ പേടിപ്പിക്കൊന്നുമല്ല. അവര് ചെയ്യേണ്ട ജോലി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു. അവരിത് ചെയ്തില്ലെങ്കിൽ അവരെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങള് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ആ MLA ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. വെള്ളം വരാൻ വെച്ചു, റോഡ് കെട്ടി. നിങ്ങൾ ചെയ്ത ഉപകാരം മോനെ ഇതെല്ലാം. പലവട്ടം ഒതുങ്ങി പോയിട്ട് നീ ഞങ്ങളെ വിടത്തില്ലല്ലേ? നിനക്ക് അടിമയായിട്ടിരിക്കാൻ ഞങ്ങൾ വല്ല എഴുതി തന്നിട്ടുണ്ടോ? എന്താ നീ പഴയതൊക്കെ മറന്നുപോയോ? 5 വയസ്സിൽ നീ നിന്റെ അനിയനും വിശക്കുന്നെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നത് നീ മറന്നുപോയോ? എന്താടാ, എന്ത് പണി എന്നാലും ചെയ്യൂ? ആ ചെയ്യും. ആഹാരം കൊടുത്തു, ജോലിയും കൊടുത്തു. 15ാമത്തെ വയസ്സില് സ്പാനത് താഴെ ഇട്ടിട്ട് തരികിട പണിയും തുടങ്ങി. ജനങ്ങളെയും പറ്റിച്ച് നീ വളർന്നങ്ങ് വലുതായി. അതിന്റെ ഇടയ്ക്ക് നീ ആരുടെയൊക്കെയോ ബിനാമിയായി. നീ മിടുക്കൻ തന്നെയാ. എടാ, നിന്റെ മുതലാളിയാണെന്ന് പോലും നോക്കാതെ റെഗുലർ ആയിട്ട് ഞാൻ എടുക്കുന്ന ടെൻഡർ എല്ലാം നീ എടുത്ത് എന്റെ കഞ്ഞുകൂടി നീ മുട്ടിച്ചു. വലിയ തെറ്റാ നീ ചെയ്തേ, വലിയ തെറ്റ്. ഇതൊക്കെ ഒരു ദിവസം നിന്നെ വിട്ടു പോകും. അപ്പോ നിന്റെ ഈ തരിയുടെ ബിസിനസ് ഒക്കെ കളഞ്ഞിട്ട് നീ എന്റെ അടുത്ത് വരും. നിന്നെ ഞാൻ വരുത്തിക്കോടാ. നീ ഇപ്പൊ പൊയ്ക്കോ. എന്താടാ, ഞാനിപ്പോഴും നിന്റെ പണിക്കാരനാണെന്നാണോ നിന്റെ വിചാരം? വേണ്ട ഇന്ദ്ര, നീ ചെയ്യുന്നത് തെറ്റാ. ഉറപ്പായി നിനക്ക് പണി കിട്ടും. താൻ ഒലത്തും. എന്റെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്ന് തനിക്കറിയോ? ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിന് എന്റെ ഗുഡൌണിൽ നിന്ന് വേണം പണം പോകാൻ. ഞാനൊന്ന് ഞൊടിച്ച എല്ലാ പാർട്ടിക്കാരും എന്റെ വീടിന്റെ വാതുക്ക് വരും. എന്നെയാ നീ വീഡിയോ പിടിച്ച് വരട്ടാൻ നോക്കുന്നത്. അത് ചെയ്തത് ഇവനാണോ? ചേട്ടാ, ഇവൻ ഇൻകം ടാക്സിലോട്ട് പറഞ്ഞു മാത്രമേ കൊടുത്തുള്ളൂ. ഇവനും ആ ഫോട്ടോ എടുത്തവനും ഒരു സംബന്ധം പോലും ഇല്ല. ഇവനും അല്ലേ? ഓരടാവൻ എവിടെ